എടാ ചുരുട്ടേ. ഈ കിടക്കുന്ന പ്ലാപ്പറമ്പിൽ കുറിയച്ചന്റെ മകൾ റാണിയാണ് ഞാൻ, റാണി മോൾ. അത് ശരി, എല്ലാം അറിഞ്ഞുകൊണ്ടാണല്ലോ ഇതെല്ലാം ഒപ്പിച്ചത്. പോലീസ് വേഷം കെട്ടിയപ്പോ ഇങ്ങനെ. അപ്പൊ തന്നെ ഒറിജിനൽ പോലീസ് ആയിരുന്നെങ്കിൽ ഈ നാട്ടുകാർ മൊത്തം കിണറ്റിൽ വീട് വെച്ച് താമസിക്കേണ്ടി വന്നേനല്ലോ. ഒച്ച വെക്കണ്ട, നിങ്ങളുടെ വിഷമം അവന് മനസ്സിലായി ഇല്ലടാ. ഞാൻ പറഞ്ഞ പോലെ സാധനം സംഭവിച്ചു. നിങ്ങളുടെ ആശുപത്രി ചെലവും അസുഖം മാറുന്നത് വരെയുള്ള വീട്ടു ചെലവും ജോസ് വഹിച്ചോളൂ. സമ്മതമാണെങ്കിൽ കേസ് പിൻവലിക്കാം, അല്ലെങ്കിൽ കേസുമായിട്ട് മുന്നോട്ട് പോകും. ഒരു പേടിയും വേണ്ട, എല്ലാ ചെലവും നടത്തിക്കോളും. നമുക്കൊരു എഗ്രിമെന്റ് വെക്കാം, എന്താ? ഏതായാലും അച്ഛൻ വന്ന് പറഞ്ഞതല്ലേ, നമുക്കൊരു ഒത്തുതീർപ്പായാലോ? അത് പിന്നെ ചെലവെന്ന് പറഞ്ഞതില് ഇതും പെടും. അച്ഛോ ഇന്ന് വന്നേ. ഈ ചെലവിന് കൊടുക്കാന്നൊക്കെ പറഞ്ഞാ പിടിച്ചാ കിട്ടത്തില്ല. ഇയാള് മുടിഞ്ഞ തീറ്റയും കൂടിയാ. ആ പെണ്ണും മോശം കാണത്തില്ല. എന്റെ ഊപ്പാട് തീരുവേ. വേണ്ടായിരുന്നു, അല്ലെങ്കിൽ പോയി ജയിലിൽ കിടക്കേണ്ടി വരും. എന്റെ കഷ്ടകാലത്തിന് എന്നെ പിടിച്ച് നാടകത്തിൽ കയറ്റിയ കർത്താവേ. എന്താ രണ്ടുപേരും കൂടെ? അവനെല്ലാം സമ്മതിച്ചതല്ലേ. ചെലവ് എത്ര വേണമെങ്കിലും കൊടുത്തോളാന്നാ പറഞ്ഞത്. എന്നാ രണ്ടുപേരും ഇതിലൊന്ന് ഒപ്പിട്ടേ. ഒപ്പിട്ട് സൂക്ഷിച്ചു വെച്ചോളൂ. പിന്നെ വേറൊരു കാര്യം, ഫാദർ പറഞ്ഞത് കൊണ്ടാണ് ഈ കേസ് ഞാൻ ഒത്തുതീർപ്പാക്കിയത്. ഇനി ഒരു ഒത്തുതീർപ്പ് നീ പ്രതീക്ഷിക്കണ്ട. ഇന്നു മുതൽ അങ്ങാടിയിലുള്ള നിന്റെ കിടത്തം അങ്ങ് നിർത്തിയേക്കണം. അങ്ങാടി നിന്റെ തറവാട്ട് സ്വത്തൊന്നും അല്ലല്ലോ, ആണോ? രാത്രി 10 മണിക്ക് ശേഷം അവിടെ എങ്ങാനും നിന്നെ കണ്ട നിന്റെ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും. മനസ്സിലായല്ലോ? ഒന്ന് നിന്നേ. അപ്പന്റെ എല്ലാം കണ്ടില്ലേ? അയ്യേ, ഞാനൊന്നും കണ്ടില്ല. അപ്പന്റെ അവസ്ഥ കണ്ടില്ലേന്നാ ചോദിച്ചത്. അത് കണ്ടു, അതുണ്ട്. കണ്ടാ മാത്രം പോരാ, കണ്ടറിഞ്ഞ് ചെലവിന് തന്നോണം. ഒപ്പിട്ട നിമിഷം മുതലേ കരാറ് പ്രാബല്യത്തിൽ വന്നേക്ക. മനസ്സിലായോ? മനസ്സിലായി. അച്ചോ, അച്ചോ. അങ്ങാടി കിടക്കുന്നത് കോപ്പിലെ SI അല്ലല്ലോ. ഞാനതിന് അങ്ങാടി കിടക്കുന്നത്. ഇവിടെയൊക്കെ എന്താ വൃത്തിയായി കിടക്കുന്നത്? ആ വാഴക്കൊല്ലച്ഛൻ്റെ പണിയായിരിക്കും. അങ്ങനെ കൊണ്ട് തോറ്റു. പൂട്ടെവിടെ പോയി? അച്ചോ, അച്ഛൻ കയറി കിടന്ന് ഉറങ്ങിയോ? അച്ചോ, വാഴക്കൊല്ലച്ചോ. എടി, നീയല്ലേ മറ്റേ? നിങ്ങൾക്കെന്താ എവിടെ കാര്യം? ആഹാ, നിനക്കെന്താ എവിടെ കാര്യം? ഇത് എന്റെ വീടാ. നിന്റെ വീടോ? അച്ഛന്റെ വീട്. ആണോടെ കളവാ? ഇത് തന്റെ വീടാണോ? എന്റെ അച്ഛന്റെ അല്ല, പള്ളിയിൽ അച്ഛന്റെ. പള്ളിയിൽ അച്ഛന്റെയോ? അച്ഛനെ ഞാനിന്ന് അമ്മാച്ചനാക്കും. എല്ലാ അലവലാദികളും ഇപ്പൊ ഇറങ്ങണം ഇവിടുന്ന്. ഇത് എന്റെ വീടാ, എന്റെ അപ്പന്റെ. തന്റെ ഈ നാശങ്ങളും കൂടി എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങിക്കോണം. എല്ലാം കൂടെ ചവിട്ടിക്കൂടി പണ്ടാരടക്കും ഞാൻ. കേട്ടോരോ തുണിയായിട്ട് ഇറങ്ങിക്കോളും. ഇമാരി കോപ്പിലെ പെട്ടികൊണ്ടാണോ ഇങ്ങോട്ട് പോകുന്നത്?
റാസ്കൽസ്. അയ്യോ. ആരോട് ചോദിച്ചിട്ട് അച്ഛൻ എന്റെ വീട് ഇവർക്ക് കൊടുത്തേ? കർത്താവിനോട് ചോദിച്ചിട്ട്. ദേ ഒരുമാതിരി പുളിച്ച വർത്താനം എന്നോട് പറയല്ലേ. പൊളിച്ച പണി നിനക്ക് കാണിക്കാം. ഇല്ലടാ, ആരോരും ഇല്ലാത്ത ഈ പാവങ്ങളെ പാതരാത്രിക്ക് പെരുവഴിയിൽ ഇറക്കി വിട്ടിട്ട് നിന്റെ ഒരു ഗുണ്ടാപ്പണി. ഭാഗ്യത്തിനാ ഞാൻ ഇവരെ കണ്ടത്. ഞാനാ ഇവിടെ കൊണ്ടാക്കിയത്. അങ്ങനെ കണ്ടവർക്ക് താമസിക്കാനുള്ളതല്ല എന്റെ വീട്. അടിച്ചിറക്കും ഞാൻ. നാടിച്ചിറക്ക്. അതൊന്ന് കണ്ടിട്ടേ ഉള്ളൂ. ഒന്ന് കാണട്ടെ. കണ്ടാ അടിച്ചിറക്ക്. കണ്ട, എന്തെങ്കിലും പറഞ്ഞ അപ്പ അച്ഛൻ കല്ലെടുക്കും. ഞാൻ നിങ്ങളോടൊക്കെ എന്ത് ദ്രോഹ ചെയ്തത്? ഇപ്പൊ തന്നെ അച്ഛൻ കാരണം 2 എണ്ണത്തിന്റെ കുടുംബ ചെലവ് എന്റെ തലയില. ദേ ആ പെണ്ണെന്നെ കയറി വല്ലാതെ ഭരിക്കുന്നുണ്ട് കേട്ടോ. എന്നാ മനസമാധാനത്തോടെ വീട്ടിൽ കയറി താമസിക്കാന്ന് വിചാരിച്ച കണ്ട അലവലാദികളെ ഇവിടെയും കയറ്റി പൊറപ്പിച്ചിരിക്കുക. എന്നെ കണ്ടോണ്ട് അച്ഛൻ പുണ്യ പ്രവൃത്തി ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. ഇത് അഗതി മന്ദിരമൊന്നും അല്ല, എന്റെ വീടാ. വീട് വീട്. ഓ വീട്. എന്നാടാ നീ വീട്ടിൽ കിടക്കാൻ തുടങ്ങിയത്? അച്ഛന്റെ മുന്നിൽ വെച്ചല്ലേ എസ് എന്നോട് അങ്ങാടി കിടക്കലെന്ന് പറഞ്ഞത്. പിന്നെ ഞാൻ എവിടെ പോയി കിടക്കും? മര്യാദക്കാണെങ്കിൽ വരാന്തയിൽ ഒരു കട്ടിലിട്ട് വരും. അവിടെ കിടന്നു അത്താഴം ഇവിടുന്ന് കഴിക്കാം. അത്താഴം എന്റെ പട്ടി വരും. നിന്റെ ഓചാരം ഒന്നും വേണ്ട. മാസം തോറും 200 രൂപ വാടക തരുവരും. ഓ 200 ഉലുവ. അച്ഛനങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. എന്റെ ഈ വീട് പോയാലും ശരി, ഇവരെ ഞാൻ വീട്ടിനകത്തിട്ട് കത്തിക്കും. അന്ന് നിന്റെ അന്ത്യകുദാശയം ചെയ്യും. നീ മനുഷ്യനെ ജീവിക്കാൻ സമ്മതിക്കല്ലേടാ സാത്താനെ. എന്റെ ഏറുപഴക്കത്തില്ല. എനിക്കറിയാം അച്ഛന്റെ ഉന്നം പിഴക്കുകയല്ല. അതുകൊണ്ട് ഞാനിപ്പോ പോന്നു. ആ വേഗം നിങ്ങൾ പൊയ്ക്കോ. പോന്നോ? ആ. ഓടാ. തിരിഞ്ഞോക്കരുത്. തിരിഞ്ഞു. എല്ലാവർക്കും ഞാൻ വെച്ചിട്ടുണ്ട്. ഈ കല്ല് എന്റെ കയ്യിൽ ഉള്ളിടത്തോളം കാലം നിങ്ങൾ പേടിക്കണ്ട. കയറി കിടന്നു. നീ ഇത്ര വെള്ളം തിളപ്പിച്ചേ. ഇനി ഇതിന്റെ അടപ്പ് എന്ത് ചെയ്യുന്ന? മാറിക്കേ. അയാളാണോ തോന്നുന്നേ? ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. അക്കരെയാണ് എന്റെ ശാശ്വത നാട്. അവിടെ എനിക്കൊരുക്കിയ ഭവനമുണ്ട്. അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി. ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കാറ്റിനെയും കടലിനെയും നിയന്ത്രിക്കാൻ കഴിവുള്ള പടകിലും. മനുഷ്യനെ പ്രാർത്ഥിക്കാനും സമ്മതിക്കില്ല. താത്താന്റെ ഉപദ്രവ. കർത്താവേ കാത്തോളണേ. എന്തോ എളിക്കുന്നേ? ഉള്ളതാ. കർത്താവിനെ പരീക്ഷിച്ചതാ സാത്താൻ. കർത്താവ് പേടിച്ചില്ല. ഇച്ചിരി പുളിക്കും. ഇതങ്ങോട്ട് കൊടുത്തേരെ. അച്ഛൻ പറഞ്ഞല്ലേ. ഞാൻ തന്നെ കൊടുക്കണോ? വെള്ളം കൂടെ കൊണ്ട് കൊടുത്തേരെ. ചെല്ലേ. പാമ്പ് 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 മൂർഖൻ. ആ ടോർച്ച് എങ്ങനത്തെ നോക്കട്ടെ. അയ്യോ പാമ്പല്ല, ഞാനാ.
എന്തോന്ന് എന്തോന്ന് ശൂശു? ശൂശുന്ന് നിങ്ങളെ വിളിച്ചതാ. എടി പാമ്പുള്ള സ്ഥലമായത്. എൻ്റെ അപ്പനെ പാമ്പ് കടിച്ച് വിടുന്നാ. പിറ്റേന്ന് ചത്തുമലന്ന് കിടന്നു. ആശുപത്രി കൊണ്ടുവന്ന് ഞാൻ പറഞ്ഞതാ, കേട്ടില്ല. പോയതാർക്കാ? എനിക്ക്. അപ്പനുണ്ടായിരുന്ന ഇപ്പൊ കാണായിരുന്നു. അവളൊരു ശൂശു. എന്നതാ ഇത് താലപ്പൊലി പിടിച്ചോണ്ട്? ചോറ. ആർക്കാ? നിങ്ങൾക്കാ. എനിക്കെങ്കിലും വേണ്ട. നിന്റെ ഒരു ചോറ് ഊട്ടാൻ വന്നിരിക്കുന്നു. അല്ലെങ്കിൽ വേണ്ട, അധികം വന്നേര്. അപ്പം പറഞ്ഞിട്ടുണ്ട് ചോറ് കളയരുതെന്ന്. കർത്താവ് മീന 5000 പേർക്ക് വിളമ്പിയത്. നിന്ദിക്കാൻ പറ്റുമോ? എന്തൊരു കള്ളിന്റെ നാറ്റ. കള്ളു കുടിച്ചാ കർപ്പൂരം മണപ്പിക്കാനൊന്നും എനിക്കറിയില്ല. നിനക്കറിയാമെങ്കിൽ നീ മണപ്പിച്ചോ. ഞാൻ മണപ്പിക്കൂല. എൻ്റെ അപ്പനും മണപ്പിക്കില്ലായിരുന്നു. എൻ്റെ അമ്മച്ചി ഇതിലും നന്നായിട്ടുണ്ടാക്കുമായിരുന്നു. പാവം. എന്നാലും ഇനി വേണമെന്ന് പോലും ഒന്നും ചോദിച്ചില്ല. നന്ദി കേട്ട വർഗങ്ങൾ. ഇയാളൊരുമാതിരി തോല് പൊട്ടിയ ഗഞ്ചറ പോലെ. ചുമ തന്തേ. ചുമയ്ക്കുമ്പോ നല്ല താളത്തിൽ ചുമയ്ക്കണം. സന്ധ്യാപ്രാർത്ഥനയ്ക്ക് പള്ളിമണി അടിക്കുന്ന പോലെ. ഇല്ലെങ്കിൽ ഉറക്കം വരത്തില്ലേ? തങ്കപ്പച്ചേട്ടോ. ആ എന്താടാ മക്കളെ? അതെ, ഒരു മാസത്തേക്കിനുള്ള കപ്പ കിട്ടിയിട്ടുണ്ട്. ഇനി കപ്പ കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഇവിടെ ആരും കള്ളു കുടിക്കാതിരിക്കണ്ട. അതെ, വഴി മാറി പോവാമേ. വേഗാണോ? നല്ല പുട്ട് പോലെ വേവും തന്നെ. ഒരു മൂട് കപ്പ പറിച്ച് നിന്നിട്ടാ ഞാൻ കച്ചവടം ഉറപ്പിച്ചേ. അല്ലടാ. എടാ നിന്റെ വീട്ടിൽ 4-5 ദിവസമായിട്ട് കുറെ വിരുന്നുകാരൊക്കെ വന്നിട്ടെന്ന് കേട്ടു. അതാ വാഴക്കൊലച്ചൻ ഒപ്പിച്ച പണിയാ. ഏതായാലും ഒരു കുപ്പി കള്ളി ഞെടുത്തേ. ആ വാഴക്കൊലച്ചന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. വേണ്ട വാഴക്കൊല പോകുന്നു. ചെലേ അതെ, എന്റെ പാറ്റിൽ എഴുതി. 2 ഓ നേരം വിളിച്ചല്ലേ പറ്റും തുടങ്ങി. വളവെക്കല്ലേ. നീ എന്താ ഇവിടെ? വന്നതാ. 2 മണിക്കൂറായി വന്നിട്ട്. നിന്നൊരു മാത്രം ഒരു പ്ലേറ്റ് കപ്പ് ഓർഡർ ചെയ്തു. അതിന് 2 3 അപ്പനൊരു പാർസൽ മേടിച്ചിട്ടുണ്ട്. ഇതിന്റെ പശ കൊടുത്തേ. 2 കുപ്പി കള്ളും കൂടെ മേടിക്കാൻ മേലായിരുന്നോ? ആ അടുത്ത വട്ടാവാ. അത് ശരി. അപ്പൊ ഇതൊരു സ്ഥിരം പരിപാടിയാക്കാനുള്ള പരിപാടിയാണല്ലേ? നല്ല ബുദ്ധി. പിന്നെ നിക്കാൻ സമയമില്ല. കാശെടുക്ക്. കാശോ? ആ അപ്പന് പ്ലാസ്റ്റർ ഇടാനേ 2000 രൂപ വേണം. 2000? ആ അയ്യ വല്ലാതെ ദാഹിച്ചെന്ന് തോന്നുന്നല്ലോ. തങ്കപ്പെട്ടോ ഒരു കുപ്പി കൂടെ കൊടുക്ക്. എന്റെ 2000 രൂപയൊന്നും ഇല്ല. 2000 ഇല്ലെങ്കിലേ എവിടെന്നെങ്കിലും പോയി കടം മേടിക്കണോ? ഇയാളുടെ അഗ്രിമെന്റിൽ ഒപ്പിട്ടത്. ഇട്ടതല്ല, പെട്ടതാ. ഒരു ഒപ്പിന് ഇതിന് മാത്രം വില ഉണ്ടെന്ന് ഞാൻ ഓർത്തോ. തൽക്കാലം എന്റെ കാശൊന്നുമില്ല. വൈകിട്ട് ഞാൻ എത്തിച്ചോളാം. അതെ, എനിക്കങ്ങനെ കാശും ചോദിച്ച കള്ള് ഷാപ്പിലും പട്ടക്കടയിലും ഒന്നും വന്ന് കിടക്കാനൊന്നും പറ്റൊന്നുമില്ല. അതെല്ലാം കണ്ടറിഞ്ഞ് ചെയ്യണം. അതാ ആണത്തം. ആ അപ്പൊ വൈകിട്ട് കാണാം. വൈകിട്ട് കാണാൻ പറ്റിയൊരു സാധനം. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന
എന്താ ഇവിടെ കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. ചോദിച്ചു കേട്ടില്ലേ എന്താ അവിടെ കത്തിച്ചു വെച്ചേക്കുന്നതെന്ന്? അച്യുതാനന്ദ. നിലവിളക്ക്. അതെനിക്ക് മനസ്സിലായി. അത് അവിടെ കത്തിച്ചു വെച്ചേക്കുന്നത് എന്തിനാന്നാ ചോദിച്ചേ? സാധാരണ എല്ലാ വീട്ടിലും നിലവിളക്ക് മുന്നിലല്ലേ വെക്കാറ്? എങ്ങനെ ഏത് വീട്? ഇത് എന്റെ വീടാ. ഗിവർഗീസ് പുണ്യാളച്ചന്റെ അനുഗ്രഹത്താൽ എന്റെ അപ്പം പണിത വീട്. ഇവിടെ കയറി നിലവിളക്കം കത്തിച്ച് ഫോട്ടോ നോക്കി പാട്ട് പാടാൻ നിങ്ങളോട് ആര് പറഞ്ഞു? ഇത് ഞാൻ സമ്മതിക്കുകയല്ല. ഇപ്പൊ ഇവിടെ ഇറങ്ങിക്കോണം. മനസ്സില്ലേ? ഉണ്ടാക്കിത്തരാം. മനസ്സ് ഞാൻ ഇപ്പൊ ഉണ്ടാക്കി. അച്ചോ, വാഴക്കൊലച്ചോ, എന്താടാ? അച്ഛൻ ഇവിടെ നടക്കുന്നൊന്നും കാണുന്നില്ലേ? ഇല്ല. എന്തേ? നിങ്ങൾ ഒറ്റ ഒരുത്തനായി നിങ്ങളെ വഷളാക്കിയത്. അത് നേരാ. നേരാന്നോ? ഞാൻ ശരിയാക്കി തരാം. ഞാൻ തിരുമേനിയോട് പറയും, ഒരു സത്യക്രിസ്ത്യാനിയുടെ വീട്ടിൽ കയറി കർത്താവിന് നിരക്കാത്ത കാര്യം ചെയ്യാൻ വാഴക്കുലയച്ചൻ കൂട്ടുനിന്നു. ഇത് ഞാൻ തിരുമേനിയോട് പറഞ്ഞ് അച്ഛന്റെ പണി തെറിപ്പിക്കും. സന്തോഷം. പണി തെറിപ്പിക്കും പറഞ്ഞാൽ ഞാൻ തെറിപ്പിക്കുവേ. വളരെ സന്തോഷം. അച്ഛൻ ഇതുവഴി കഞ്ഞിക്ക് വകയില്ലാതെ, നക്കുപ്പിന് ഗതിയില്ലാതെ, ഒരു വാഴക്കൊലയ്ക്ക് പോലും വകയില്ലാതെ തെണ്ടി നടക്കുന്നത് ഞാൻ കാണും. ഒന്ന് പോടാ അവിടെ. ഹലോ ഹലോ, കഴിഞ്ഞോ? കഴിഞ്ഞില്ലടി. ഭഗവാനെ കാത്തോളണേ. ആക്കല്ലേ, ഭഗവാനല്ല പുണ്യാളച്ചൻ. പ്രാർത്ഥന എന്താണെന്ന് ഞാൻ ഇപ്പൊ കാണിച്ചത്. അപ്പം മക്കൾ ചോദിച്ചാൽ അപ്പം കല്ലേകയില്ല, മത്സ്യം മക്കൾ ചോദിച്ചാൽ പാമ്പിനെയും നൽകാറില്ല. നരകപിശാചാം സർപ്പത്തിൻ ശിരസ് തകർത്തൊരു വീരാത്മാ, നരകണം അങ്ങേ വാഴ്ത്തുന്നു പ്രാർത്ഥിക്കണമേ. ആ മുടിഞ്ഞ പെണ്ണ് പറയുന്നത് ഞാൻ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞു. അതെ, ചതിക്കല്ലേ, നമ്മളൊരു കുടുംബം പോലെയാ. അതെ, മൈൻഡ് ചെയ്യണ്ട, കുശുമ്പൂത്തി എന്നാ മതി. ചോദിച്ചത് കേട്ടില്ലേ? റാണി വന്നിട്ടുണ്ട്. റാണി. ഓ, റാണി രാജാവൊന്നും അല്ലല്ലോ. ചുരുട്ട ഇവിടെ ഇല്ലെന്ന്. ചുരുട്ട എന്താ? നിനക്ക് തെറി പറയാ അറിയോ? ഇല്ല. ഓ, അറിയാവുന്ന രണ്ട് തെറി പറഞ്ഞ അവളെ പറഞ്ഞു വിട്, ഇല്ല കുടുംബത്തിന്റെ മാനം പോവേ. ശരി. എവിടെ പോയാ ചുരുട്ട ജ്യൂസ്? അറിയില്ല, രാവിലെ പോയതാ. എവിടെ പോയി വിളിച്ചാലും വിടില്ലെന്ന് പറഞ്ഞേക്ക്. വെറുതെ എന്റെ കൈക്ക് പണി ഉണ്ടാക്കരുത്. നോക്കണ്ട, സ്ലിം ബ്യൂട്ടിയാ, അതുകൊണ്ടാ. എന്നാൽ അയാൾക്ക് ഇത് മതി. കൂലിപ്പണിയാണോ? വെളച്ചിലൊക്കെ ഞാൻ കൊറേ കണ്ടതാ. പോലീസിനെ കൊണ്ട് നല്ല ഇടി ഇടിപ്പിക്കും. ഇടി. ചെലവിന് തരാന്ന് പറഞ്ഞിട്ട് ഒപ്പിട്ട് മുങ്ങിയതാ. പിന്നെ ആ വഴിക്ക് കണ്ടിട്ടില്ല. മര്യാദക്ക് കാശ് കൊണ്ട് തരാൻ പറ. പിന്നെ വരുമ്പോ ഒരു 2-3 കിലോ ആപ്പിളോ മുന്തിരിയോ കൊണ്ടുവരാൻ പറയണം, കുരുമില്ലാത്ത. അല്ലെങ്കിൽ ഞാൻ ചുരുട്ടെ പറട്ടിയാക്കും. പറഞ്ഞേക്ക്. പിന്നെ അവളുടെ അപ്പം വിചാരിച്ചാൽ നടക്കൂല. പരട്ടിയാക്കും. റാണിയാ പറയുന്നേ, റാണി മോൾ. മൈൻഡ് ഇറ്റ്.
പടന്നായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. ദേ, ഒരുമാതിരി പാടി സൂപ്പിക്കല്ലേ. അച്ഛൻ കേട്ടില്ലേ അവൾ പറഞ്ഞിട്ട് പോയി വർത്താനം. ഇനി അതിൽ കൂടുതൽ കേൾക്കേണ്ടി വരും. ചിരിക്കല്ലേ എനിക്കൊരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട്. അങ്ങോട്ട് മാറി നിന്ന് പറഞ്ഞു. ഓ, ചേച്ചി എവിടെ പോയി? അമ്പലത്തിൽ പോയതാ. ചേച്ചി വന്നിട്ട് വേണം എനിക്ക് പോവാൻ. എൻ്റെ പേരിൽ ഒരു പുഷ്പാഞ്ജലി കഴിച്ചേര്. എന്റെ പേരിൽ കുറച്ച് കപ്പയും മീൻകറിയും കഴിച്ചേര് ഷാപ്പിൽ നിന്ന്. എടാ ജോസേ, നമ്മുടെ പാരീഷുകൾ മുഴുവൻ ആ കടവാതിൽ തോറി നാറ്റിയിട്ടിരിക്കുക. ഒന്ന് വന്ന് വൃത്തിയാക്കി തരാ. കടവാവല് വീട്ടൻ കോപ്പ്. എന്താ ഒന്നുമില്ല, എല്ലാം ശരിയാക്കാന്ന് പറയാ. വാ വാ. കൃഷിയിടത്തിൽ ഇറങ്ങുന്ന കാട്ടുപന്നിയെ വെടിവെക്കാവുന്ന പുതിയ നിയമം. ഗർഭിണി പന്നിയെ വെടിവെക്കാൻ പറ്റൂല. എന്നാ പ്രസവം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞാ പോരെ? മിണ്ടാതിരുന്ന വല്ല കാട്ടുകോഴിയെങ്കിലും കിട്ടുമോ? കാട്ടുകോഴിക്ക് ഗർഭമുണ്ടാകത്തില്ല. കിട്ടണം. കുഞ്ഞുമോളും കെട്ടിയവനും വിരുന്നിന് വരുന്ന ദിവസമാണ്. കുറച്ച് കാട്ടിറച്ചി ഉണ്ടാക്കി കുടുംബത്തിന് അന്തസ്സാ. 2 കിലോ പോത്തിറച്ചി മേടിച്ച് കരിച്ചങ്ങ് വെച്ചാൽ മതി, ഒരു മനുഷ്യൻ അറിയല. ഇങ്ങനെ ഒച്ച വെച്ചോണ്ടിരുന്ന പന്നി പോയിട്ട് ഒരു പാറ്റ പോലും വരത്തില്ല. പറഞ്ഞേക്കാം. പാറ്റ പിടിക്കാനുള്ള ഇടം വരെ വന്നു. സൈലൻസ്. പിന്നെ നീ ഒന്ന് പോയോ. എന്താ സംഭവിച്ചത്? ഇത് ഫോണാ ഫോൺ. ഒരു ഫോൺ വന്നതിന്റെ പേരിലാണോ ഇത്രയും വലിയ വെടി പൊട്ടിച്ചത്? പൊട്ടിച്ചതല്ല, പൊട്ടിയതാ. ഇവിടെ നിന്നൊരു തലപ്പ് കയറിയാലേ എന്നാണേലും ഒന്ന് പൊട്ടും. സണ്ണിച്ചലായിരിക്കും. ഒരു കുപ്പി വാങ്ങിച്ചോണ്ടിരുന്ന. ഹലോ, ആരാ? തോമസ് മാഷോ? എന്നതാ കാര്യം? അർജന്റാണോ? ആരാ? എന്താ കാര്യം? തോമസ് മാഷാ, അയാളുടെ ഓഫീസ് വരെ ഒന്ന് ചെല്ലണമെന്ന്. ചേടാ, ഇത് വലിയ ചടങ്ങായല്ലോ. ഞാൻ ഏതായാലും ഒന്ന് പോയിട്ട് വരാം. നിങ്ങൾ പേടിക്കണ്ട. കാട്ടിറച്ചി നിന്നിട്ടേ നമ്മൾ ഇന്ന് ഇവിടുന്ന് പോകും. നട. വേഗം പോയിട്ട് വാ. മാഷേ. ജോസോ കേറി വാ. എന്നതാ മാഷ കാര്യം? ഞാൻ വെടി വെച്ചോണ്ടിരുന്നപ്പോഴാ മാഷ എന്നെ ഫോൺ ചെയ്തത്. വെടി പൊട്ടുകയും ചെയ്തു, ഒന്നിനോട്ട് കിട്ടിയതുമില്ല. ജോസേ, നമ്മുടെ കുര്യച്ചന്റെ മോൾക്ക് കമ്പ്യൂട്ടർ കോഴ്സിന് ചേരണമെന്ന്. അവക്ക് MS ഓഫീസ് പഠിക്കണം പോലും. ആരുടെ ഓഫീസിൽ? അതാ നോക്കിയേ, പഠിക്കേ. അവള് പഠിക്കുന്നേ പഠിച്ചോട്ടെ, അതിന് ഞാൻ എന്നാ വേണം? അതെ, അഡ്മിഷൻ ഫീസ് മുൻകൂറായിട്ട് 2000 രൂപ വേണം. അത് കൊടുക്കാൻ വേണ്ടിട്ടാ ജോസേട്ടനോട് വരാൻ പറഞ്ഞേ. അയ്യടി, 2 രൂപ തരില്ല, പിന്നല്ലേ 2000. മിനിഞ്ഞാന്നല്ലേ നീ എന്റെ വീട്ടിൽ വന്ന് കയറി തെറി പറഞ്ഞിട്ട് പോയത്. എന്നിട്ട് പണ്ടാരടങ്ങാൻ അന്ന് തന്നെ ഞാൻ ആ കാശ് അവിടെ എത്തിക്കുകയും ചെയ്തു. അത് ഹോസ്പിറ്റൽ ചെലവിലായില്ലേ? എന്റെ അപ്പനെ ഓടിച്ച് കിണറ്റിൽ ചാടിച്ചോണ്ടല്ലേ എനിക്കിതൊക്കെ കേൾക്കേണ്ടി വന്നത്. എന്റെ അപ്പം കിടപ്പിലായി പോയതുകൊണ്ടാ. അല്ലെങ്കിൽ ഞാൻ ഈ MS ഓഫീസിനൊന്നും വരില്ല. എന്നെ ആനിമേഷന് വിട്ടേനെ. ആനമേഷനോ? നീ ആനമേഷനോ ആടുമേഷനോ എന്നാ വേണേലും ചെയ്തോ, പക്ഷെ എന്റെ നെഞ്ചത്തോട്ട് കയറണ്ട. അതിന് കരയുന്ന എന്നാത്തിനാ? കാര്യം പറഞ്ഞല്ലേ ഉള്ളൂ. മാഷൊരു കാര്യം ചെയ്യും, ഇവളെ എന്നാ വേണേലും പഠിപ്പീര്, കാശ് ഞാൻ തരാം. വേറൊന്നും കൊണ്ടല്ല, ഇനി പെണ്ണുങ്ങളുടെ കണ്ണുനീര് വീണ് ഈ ട്യൂട്ടോറിൽ മുടിയണ്ട. മോളിരുന്ന് പഠിച്ചോ, ഞാൻ ഇവനോടൊന്ന് സംസാരിക്കണം. ജോസേ വാ. ഇതിലേണീ മമ്മകളില്ലേ? ജോസേ, എന്താ ഇതൊക്കെ? കണ്ട പെമ്പിള്ളേർക്കൊക്കെ ചെലവിന് കൊടുത്തോളാന്ന് ഓരോ വാക്കും, പിന്നെ അവരുടെ കരച്ചിലും പിഴിച്ചിലും. ഛേ, നിന്റെ അപ്പന്റെ പേര് നീ കളഞ്ഞു കുളിക്കരുത്. സാറ് വിഷമിക്കണ്ട, നാളെ രാവിലെ ഞാൻ കാശായിട്ടേ വരത്തുള്ളൂ. അവള് നന്നായി പഠിച്ച് മുടിഞ്ഞു പോട്ടെ.
ഞാനിവിടെ നിന്ന് അങ്ങോട്ട് എഴുതി പൊക്കോളാം. ഞാനും എൻ്റെ അപ്പനും കൂടെ ഷാപ്പിൽ നിന്ന് ഇവിടം വരെ അഴിഞ്ഞു വന്നിട്ടുണ്ട്. പിന്നെയാണ് ഇവിടുന്ന് അങ്ങോട്ട് സിമ്പിൾ. പിടിക്കണ്ട ട്രോമിച്ച പിടി വേണ്ട. എന്താണെന്ന് കയറാന്നല്ലേ ഉള്ളൂ. എടി സൂത്രേ കിളവോ ഇതാരാന്നറിയോ? ടോമിച്ചൻ, എൻ്റെ ആത്മാർത്ഥ സുഹൃത്താ, ബെസ്റ്റ് ഫ്രണ്ട്. ഈ വീട് ഞാൻ ടോമിച്ചിന് വിൽക്കാൻ പോവാ. ഇനി അധിക കാലം നീ ഇവിടെ പൊറുക്കത്തില്ലടി. ഉള്ളതാണേ. ആ ടോമിച്ചൻ ഈ വീട് സ്ഥലമൊക്കെ നോക്കിക്കാണ്. ഞാൻ ചെറുതായിട്ടൊന്ന് കിടക്കട്ടെ. ടോമി സണ്ണിയോ? എന്റെ കഞ്ഞി എടുത്ത് പുറത്തേക്ക് വെച്ചേരെ, ഒത്താ കുടിക്കും. ഞങ്ങൾ ഈ വീടൊക്കെ ഒന്ന് കാണാൻ വന്നതാ. ഈ രാത്രിക്കല്ല വീട് കാണാൻ വരേണ്ടത്. വീട് മാത്രമല്ല, നിങ്ങളെ ഒന്ന് കാണാമെന്ന് വെച്ചാ. ദയവ് ചെയ്ത് ഇനിയും ഞങ്ങൾ ഉപദ്രവിക്കരുത്. അയ്യോ, ഞാൻ അത്രക്കാരനല്ല. ഒത്തു വന്നാ ഈ വീട് വിലക്ക് അങ്ങ് വാങ്ങിക്കാന്ന് വെച്ചു. അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് ഇവർക്കൊരു ലോട്ടറി അടിച്ചതുപോലെയാ, അല്ലയോ ടോമിച്ച? അതെ അതെ, ഈ 40 ലക്ഷവും ഇന്നോവ കാറും എന്നൊക്കെ പറഞ്ഞ പോലെ കിടക്കാനൊരു സ്ഥലവും കാവലൊരു പട്ടി. നിനക്ക് ഗൾഫിലോട്ടൊരു വിസയുടെ കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ലേ? നീ ഇതുവരെ ഒരു തീരുമാനം പറഞ്ഞില്ല. ആ ഒന്ന് പോയാലേ ഇങ്ങോട്ട് നോക്കിക്കേ. നോക്കുന്ന ജീവിതം രക്ഷപ്പെടും. സോറി. നിന്റെ ശവം പോലും ഞാൻ ആർക്കും വിട്ടുകൊടുക്കും. തോമിച്ചനെ പറയുന്നു. എന്നാ ഇത് അപ്പുറത്തെ വീട്ടിലൊക്കെ ആൾക്കാരുണ്ട്. നടക്കണോ ടോമിച്ച? എല്ലാം പറ്റിയ പിന്നെ നമ്മൾ സമാനം പറയണ്ടേ? തങ്കമ്മച്ചേട്ടോ, എന്നാ പറ്റി? എല്ലാവർക്കും ഇന്നൊരു മര്യാദ. ആ തങ്കമ്മച്ചേട്ടോ, പുറത്താരെയും കാണാത്തപ്പോ ഞാൻ ഓർത്തു ഷാപ്പിന്ന് ഹർത്താലാന്ന്. ഓ, പേടിച്ചു. നോക്കി, രാവിലെ വന്ന് ഒറ്റയിരുപ്പ നിന്നെ കാണാനാ വന്നിരിക്കുന്നത്. അച്ഛനെന്താ ഇവിടെ? കള്ളുഷാപ്പില്.
വെച്ചു വിളമ്പി തന്നത് മൂക്കറ്റം തിന്നിട്ടല്ലേടാ നീ ആ പെൺകുച്ചുകളെ കൂട്ടിക്കൊടുത്തു. രണ്ടു ദിവസം തലചായ്ക്കാൻ കൂര കൊടുത്തതിന്റെ വാടക മുതലാക്കാനായിരിക്കും അല്ലടാ? എത്ര കിട്ടിയടാ നിനക്ക് ഈ വകയിൽ? അച്ഛോ, ഞാൻ മിണ്ടിപ്പോരുത്. നിന്റെ അപ്പൻ ചാണ്ടി നിന്നേക്കാ വലിയ കുടിയനായിരുന്നു, നിന്നേക്കാ വലിയ പോക്കറിയായിരുന്നു. പക്ഷെ ഇതുപോലെ തന്തയ്ക്ക് പ്രക്കാരി കാണിച്ചിട്ടില്ല. കാട്ടാന ഇറങ്ങി ഇവിടെ കൊലവിളി നടത്തിയപ്പോ പെണ്ണുങ്ങൾക്കും പിള്ളേർക്കും സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ ഈ നാടിന് കാവലിരുന്നവനാ ഇവന്റെ അപ്പൻ ചാണ്ടി. ചാണ്ടിയുടെ ചൂട്ട് വലിച്ചില്ലെങ്കില്, കുടിയമ്പാട്ട് കേട്ടില്ലെങ്കില് ഈ നാട് സമാധാനമായിട്ട് ഉറങ്ങില്ലായിരുന്നു. ആ ചാണ്ടിയുടെ മോന്റെ ഈ കൂട്ടിക്കൊടുപ്പ് വേഷം വളരെ മനോഹരമായിട്ടുണ്ട്. അപ്പന്റെ കഠാരയും പിടിച്ചു നടക്കുന്ന മകൻ. ഒരു കാര്യം നീ ഓർത്തു, ഇതിനൊക്കെ നിന്റെ അപ്പന്റെ ആത്മാവിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി. അവിടെ മാത്രമല്ല, ഒടേ തമ്പുരാന്റെ മുമ്പിലും. നിന്റെ സ്ഥലത്തിന്റെ ആധാരമാ. ഇത്രയും കാലം ഞാനിത് സൂക്ഷിച്ചത് എന്തുകൊണ്ടാണെന്നറിയോ? എന്റെ ജീവൻ പോകുന്നവരെ ആ കൂരയ്ക്കൊന്നും സംഭവിക്കരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ടാ. അത്രമാത്രം ബന്ധമുണ്ട് എനിക്ക് അതിനോട്, നിന്റെ അപ്പൻ ചാണ്ടിയോടും. പണ്ടൊരു പള്ളി പണിയാൻ ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി ഞാൻ ഈ നാട്ടിലെ പ്രമാണിമാരുടെ എല്ലാം വാതിൽ മൂട്ടി. ഒരു വാതിലും തുറന്നില്ല. അന്ന് പട്ടിണിക്കാരൻ ചാണ്ടി ഇതെടുത്ത് എന്റെ കൈ തന്നിട്ട് പറഞ്ഞു, അച്ഛൻ പള്ളി പണിതിട്ട് ബാക്കി ഉണ്ടെങ്കിൽ തരാൻ. ഞാൻ പള്ളി പണിതറാ. ബാക്കിയുള്ളത് ഇതിലുണ്ട്, എടുത്തോണ്ട് പോ. ഇനി ഇതും പറഞ്ഞ് എന്റെ അടുത്തേക്ക് വന്നേക്കരുത്. എടുത്തോ.